എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സുജനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല രുചിയിൽ ഫിഷ് ഫ്രൈ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഒരു പ്രത്യേക രുചിക്കൂട്ടുള്ള മസാല വെച്ചാണ് നമ്മൾ ഈ ഫിഷ് ഫ്രൈ റെഡിയാക്കുന്നത്. ഞാനിന്ന് അയല വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതുതരം ഫിഷ് ഇതിനു വേണ്ടി എടുക്കാം. നല്ല രുചിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ടേസ്റ്റി ഫിഷ് ഫ്രൈ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 3 അയലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ഇതുപോലെ ഞാനിപ്പോൾ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, തീർച്ചയായും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചുള്ള ഫിഷിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ മസാല നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷിലോട്ടേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇതുപോലെ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മസാല എല്ലാ ഭാഗത്തോട്ടും ആകുന്ന തരത്തിൽ മസാല നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മസാലയ്ക്ക് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആയി വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ മസാല പുരട്ടി വെച്ചിട്ട് നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ മുഴുവൻ ഫിഷും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫിഷിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മുഴുവനും ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. ഈ ഒരു മസാലക്കൂട്ട് വെച്ചിട്ട് ഫിഷ് ഫ്രൈ റെഡിയാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഏതുതരം ഫിഷും ഇതിനു വേണ്ടി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.